ഷിക്കാഗോയിൽ മിഷിഗൻ തടാകത്തിലൂടെ ഒരു ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഷിക്കാഗോയുടെ പ്രശസ്തമായ ബോട്ട് പിയറാണ് ഇക്കാണുന്നത്. അടുത്ത കാലത്ത് ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ച ഒരു പിയർ. മിഷിഗൻ തടാകത്തിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ തള്ളി നിൽക്കുകയാണ് അത്. പിയറിന് പശ്ചാത്തലമൊരുക്കിയെന്നോണം നഗരത്തിന്റെ അമ്പരചുംബികൾ ഉയർന്നു നിൽക്കുന്നു. ആഘോഷത്തിന്റെ ഒരു കേന്ദ്രമാണ് നേവി പിയർ. അതിലൂടെയെല്ലാം ഇന്ന് രാവിലെ ഞാൻ സഞ്ചരിച്ചതാണ്. ആദ്യകാലത്ത് ബോട്ടുകൾ അടുക്കുന്നിടം മാത്രമായിരുന്ന നേവി പിയർ ഇന്ന് പൂർണ്ണമായും ടൂറിസത്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്. പിയറിന്റെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. തടാകത്തിലൂടെ കുറച്ചുകൂടി മുന്നോട്ടു പോകുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഷിക്കാഗോ ലൈറ്റ് ഹൗസ് എന്ന പേരിൽ ഏറെ പ്രശസ്തമാണിത്. ഷിക്കാഗോ ഹാർബർ ലൈറ്റ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. 1893 ഷിക്കാഗോയിൽ നടന്ന വേൾഡ് ഫെയറിന്റെ ഭാഗമായാണ് മിഷിഗൻ തടാകത്തിന്റെ ഈ ഭാഗത്ത് ആദ്യമായി ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിക്കപ്പെടുന്നത്. തടാകത്തിലൂടെ സഞ്ചരിക്കുന്ന ബോട്ടുകൾക്കും കപ്പലുകൾക്കും വഴികാട്ടുക എന്നത് തന്നെയാണ് ഇതിന്റെ ദൗത്യം. അമേരിക്കയുടെ നാഷണൽ രജിസ്റ്റർ ഓഫ് ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ സ്ഥാനം നേടിയിട്ടുള്ള ലൈറ്റ് ഹൗസാണിത്. ലൈറ്റ് ഹൗസ് കടക്കുന്നതോടെ ബ്രേക്ക് വാട്ടറിന് പുറത്തുള്ള മിഷിഗൻ തടാക ഭാഗത്തേക്ക് എത്തുന്നു. നഗരത്തിന്റെ കാവൽക്കാരനെ പോലെ തടാകത്തിൽ തലയുയർത്തി നിൽക്കുകയാണ് ലൈറ്റ് ഹൗസ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തടാകക്കരയിലാകെ ഷിക്കാഗോയുടെ അമ്പരചുംബികൾ നിരന്നു നിൽക്കുന്നത് കാണാം. അകലെ നിന്നുള്ള ഷിക്കാഗോ നഗരത്തിന്റെ കാഴ്ച ഇതാണ്. ആകാശത്ത് മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. അധികം താമസിയാതെ ഒരു മഴ പെയ്തേക്കുമെന്ന് തോന്നി. ബോട്ടിലെ സഞ്ചാരികൾക്കെല്ലാം ഒരു ഫോട്ടോ എടുക്കാനുള്ള കൗതുകമായി ലൈറ്റ് ഹൗസ്. മിഷിഗൻ തടാകത്തിന്റെ അതിവിശാലമായ ഓളപ്പരപ്പ്. അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സമുദ്രത്തിലൂടെ നീങ്ങുകയാണെന്നേ തോന്നൂ. വടക്കേ അമേരിക്കയിലെ പഞ്ചമഹാ തടാകങ്ങളെല്ലാം ഈ വിധം ബൃഹത്തായതാണ്. രാവിലെ ഞാൻ കണ്ട ടോൾഷിപ്പ് വിൻഡി നിറയെ ആളുകളുമായി തടാകപ്പരപ്പിലൂടെ നീങ്ങുന്നു. മിഷിഗൻ തടാകത്തിൽ ഒരു കറക്കം പൂർത്തിയാക്കി അത് നേവി പിയറിലേക്ക് മടങ്ങുകയാണ്. 1996 ജൂലൈ മുതൽ ഈ തടാകത്തിലെ സാന്നിധ്യമാണ് ടോൾഷിപ്പ് വിൻഡി. പഴയകാലത്ത് മിഷിഗൻ തടാകത്തിലൂടെ നീങ്ങിയിരുന്ന കച്ചവട കപ്പലുകളുടെ അതേ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 150 യാത്രക്കാർക്കിരിക്കാനുള്ള സൗകര്യവും വലിയൊരു അടുക്കളയും 4 ടോയ്ലറ്റുകളും 2 ഷവറുകളുമെല്ലാം അതിലുണ്ട്. 4 പായമരങ്ങളുള്ള കപ്പൽ. 1921 ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിർമ്മിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ആദ്യ കപ്പലാണിത്. രാത്രി മുഴുവൻ നീളുന്ന ക്രൂസുകളും ഈ ടോൾഷിപ്പ് നടത്താറുണ്ട്. അത്തരം ക്രൂസുകളിൽ 36 യാത്രക്കാരെ മാത്രമേ അനുവദിക്കൂ. അവർക്ക് താമസിക്കാനായി 12 ക്യാബിനുകളും കപ്പലിലുണ്ട്. 2006 ഇതിനെ ഷിക്കാഗോയുടെ ഒഫീഷ്യൽ ഫ്ളാഗ്ഷിപ്പായി നഗരഭരണകൂടം പ്രഖ്യാപിക്കുകയുണ്ടായി. സീ ഡോഗ് എന്നു പേരുള്ള ബോട്ട് സമീപത്തുകൂടി കടന്നുപോകുന്നു. നഗരത്തിൽ തടാകത്തോട് ചേർന്നുള്ള ചില നിർമ്മിതികളുടെ സമീപത്തേക്കാണ് ബോട്ട് നീങ്ങുന്നത്. ഇത് ഷിക്കാഗോയിലെ മ്യൂസിയം ക്യാമ്പസാണ്. അമേരിക്കയിലെങ്ങും പ്രശസ്തമായ അഡ്ലർ പ്ലാനറ്റേറിയത്തിന്റെ താഴികക്കുടമാണ് അക്കാണുന്നത്. ഒരു പബ്ലിക് മ്യൂസിയം കൂടിയാണ് അഡ്ലർ പ്ലാനറ്റേറിയം. അസ്ട്രോണമി, അസ്ട്രോഫിസിക്സ് എന്നിവയിൽ പഠന ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അഡ്ലർ പ്ലാനറ്റേറിയത്തിൽ. നേരെ മുന്നിൽ കാണുന്ന ചില്ലിട്ട ആ കെട്ടിടം ഷെഡ് അക്വേറിയമാണ്. നാളെ അതെല്ലാം ഒന്ന് വിശദമായി കാണണമെന്ന് തീരുമാനിച്ചിട്ടുമുണ്ട്. കെട്ടിട നിരകളുടെ ഇടയിൽ പഴയ സിയേഴ്സ് ടവർ ആയിരുന്ന ഇപ്പോഴത്തെ വില്ലീസ് ടവർ തല ഉയർത്തി നിൽക്കുന്നു. വലതുഭാഗത്ത് കാണുന്ന പൊക്കമാർന്ന ചതുരക്കെട്ടിടം നഗരത്തിലെ ഉയരക്കൂടുതലുള്ള മന്ദിരങ്ങളിൽ 2ാം സ്ഥാനത്തുള്ളതാണ്. നഗരത്തിന്റെ വിദൂര കാഴ്ച സഞ്ചാരികൾക്ക് ആവേശമാകുന്നു. നേരത്തെ കസേരകളിൽ അച്ചടക്കത്തോടെ ഇരുന്നിരുന്നവരെല്ലാം വശങ്ങളിൽ വന്ന് നിൽപ്പു തുടങ്ങി. ഒരു സിംഗിൾ മാസ്റ്റ് സെയിൽ ബോട്ടിൽ സഞ്ചാരികളുടെ ചെറുസംഘം പുറം തടാകത്തിലേക്ക് പോകുന്നു.
വീക്കെൻഡിലെ ആഘോഷങ്ങളാണ് ഇതെല്ലാം. മൺട്രോ ഹാർബറാണ് അക്കാണുന്നത്. അവിടെ ധാരാളം സെയിൽ ബോട്ടുകൾ നിരന്നു കിടക്കുന്നു. ആ ഹാർബറിൽ നിന്നുമാണ് ഇന്ന് രാവിലെ റേസ് ടു മക്കനാക് എന്ന സെയിലിംഗ് മത്സരം തുടങ്ങിയത്. ഷിക്കാഗോ എന്നൊരു നഗരം ഈ തടാകത്തിന്റെ തീരത്ത് വളർന്നു വന്നതിന്റെ ചരിത്രമാണ് ഞാൻ ഓർക്കുന്നത്. 17-ാം നൂറ്റാണ്ടുവരെയും പൊട്ടാവട്ടോമി എന്നു പേരുള്ള റെഡ് ഇന്ത്യൻ ഗോത്രവിഭാഗം വസിച്ചിരുന്ന പ്രദേശമായിരുന്നു ഇന്നത്തെ ഷിക്കാഗോ. 17-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് പര്യവേഷകരും മിഷണറിമാരും കമ്പിളി വ്യാപാരികളും ഇവിടേക്കെത്തുന്നതോടെയാണ് ഷിക്കാഗോയിൽ യൂറോപ്യൻ ജനതയുടെ അധിവാസം തുടങ്ങുന്നത്. കാലക്രമത്തിൽ കൂടുതൽ യൂറോപ്യർ എത്തിച്ചേർന്നു. 1780-കളിൽ ഷിക്കാഗോ നദീമുഖത്തിനു സമീപം ഒരു എസ്റ്റേറ്റ് സ്ഥാപിച്ച് സ്ഥിരതാമസം തുടങ്ങിയ ജീൻ ബാപ്റ്റിസ്റ്റ് പോയിന്റ് ഡു സാബിളാണ് ഷിക്കാഗോയിലെ ആദ്യത്തെ പെർമനന്റ് യൂറോപ്യൻ സെറ്റിലർ. ഷിക്കാഗോ നഗരത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നതും അദ്ദേഹം തന്നെ. 1829-ൽ ഇല്ലിനോയി സംസ്ഥാന ഭരണകൂടം ഷിക്കാഗോയെ ഒരു പ്ലാന്റ് സിറ്റിയാക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെ മിഷിഗൺ തടാകക്കരയിൽ ഷിക്കാഗോ റിവറിന്റെ ഇരുകരകളിലുമായി സുന്ദരമായ നഗരം രൂപം കൊള്ളുകയും ചെയ്തു. കല, സാഹിത്യം, ബിസിനസ് എന്നീ രംഗങ്ങളിലെല്ലാം അമേരിക്കയുടെ യശസ്സുയർത്തിയ നൂറുകണക്കിന് ഷിക്കാഗോക്കാരുണ്ട്. അവരിൽ ഏറ്റവും പ്രമുഖനാണ് വാൾട്ട് ഡിസ്നി. തടാകത്തിൽ ഒരു കറക്കം പൂർത്തിയാക്കി ബോട്ട് വീണ്ടും ഷിക്കാഗോ ഹാർബർ ലോക്കിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ലോക്കിലേക്ക് കടക്കാൻ ഊഴം കാത്തുകിടക്കുന്ന ബോട്ടുകളാണ് ഇതെല്ലാം. നദിയിൽ നിന്ന് വരുന്ന ബോട്ടുകളെ ലോക്ക് തുറന്ന് തടാകത്തിലേക്ക് വിടുന്ന നേരമാണിപ്പോൾ. ലോക്കിൽ പ്രവേശിക്കുന്നതിനുള്ള മുൻഗണനാക്രമം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ജലവാഹനങ്ങൾക്കാണ് ആദ്യ പരിഗണന. കരയിലെന്ന പോലെ സിഗ്നൽ ലൈറ്റുകൾ ഇവിടെയുമുണ്ട്. ലോക്ക് തുറന്നിട്ടില്ലെങ്കിലും ബോട്ടിന് പ്രവേശിക്കാവുന്ന സമയമാണെന്ന് മഞ്ഞ ലൈറ്റ് സൂചിപ്പിക്കുന്നു. അങ്ങനെ ബോട്ട് ലോക്കിനകത്തേക്ക് കയറുകയാണ്. ലോക്കിന്റെ തടാകഭാഗത്തെ ഷട്ടർ തുറന്നാണിരിക്കുന്നത്. തടാകത്തിലെയും ലോക്കിലെയും ജലനിരപ്പ് ഒന്നാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഷിക്കാഗോ നദിയുമായി സന്ധിക്കുന്ന മറ്റൊരു ഷട്ടർ അങ്ങേയറ്റത്തുണ്ട്. അതിനപ്പുറം ഏതാണ്ട് 5 അടി താഴ്ചയിലാണ് നദിയിലെ ജലനിരപ്പ്. ബോട്ട് ഈ ഭാഗത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഉടനെ പിന്നിലെ ലോക്ക് അടയും. തുടർന്ന് മുന്നിൽ കാണുന്ന ആ ലോക്ക് തുറക്കുകയും ചെയ്യും. ആ സമയത്ത് ലോക്കിനകത്തെ ജലം ഷിക്കാഗോ നദിയിലേക്കൊഴുകി നദിയിലെയും ലോക്കിലെയും ജലം ഒരേ നിരപ്പിലെത്തും. അതോടെ മുന്നിലെ ലോക്ക് പൂർണ്ണമായും തുറന്ന് യാത്ര തുടരാം. നിരന്തരമായി നടക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഞങ്ങളുടെ ബോട്ട് ലോക്കിനുള്ളിൽ ഏറ്റവും മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇനി ഈ ലോക്ക് തുറക്കണം. അപ്പോൾ പിന്നിലുള്ള ലോക്ക് അടയും. 12 മുതൽ 15 വരെ മിനിറ്റുകളെടുക്കും ഓരോ തവണയും ലോക്ക് അടച്ചും തുറന്നും ജലനിരപ്പ് നിയന്ത്രിച്ച് ജലവാഹനങ്ങൾ കടത്തിവിടുന്ന പ്രക്രിയ പൂർത്തിയാവാൻ. ലോക്ക് ഗേറ്റ് എന്നാണ് മുന്നിൽ കാണുന്ന സംവിധാനത്തിന്റെ സാങ്കേതിക നാമം. ഞങ്ങൾ നോക്കി നിൽക്കെ പിന്നിലുള്ള ലോക്ക് സാവധാനം അടഞ്ഞു തുടങ്ങി. നദിയിലേക്ക് പ്രവേശിക്കേണ്ട കുറേ ബോട്ടുകൾ ലോക്ക് ചേംബർ എന്നറിയപ്പെടുന്ന നദിക്കും തടാകത്തിനുമിടയിലുള്ള ഭാഗത്തേക്ക് കയറിക്കഴിഞ്ഞു. സഞ്ചാരികൾക്ക് ഈ പ്രക്രിയകളെല്ലാം കൗതുകമാവുന്നു. പിന്നിലെ ലോക്ക് ഗേറ്റ് പൂർണ്ണമായും അടഞ്ഞതോടെ ഇതാ മുന്നിലെ ഗേറ്റ് തുറക്കുകയായി. നദിയിലെ ജലനിരപ്പ് താഴ്ന്നാണിരിക്കുന്നതെന്ന് ഈ കാഴ്ചയിൽ നിന്നറിയാം. പിന്നിലെ ഗേറ്റ് അടച്ചിരിക്കുന്നതിനാൽ ലോക്കിനകത്തുള്ള വെള്ളം മാത്രമേ നദിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ദിവസത്തിൽ പലതവണ ഇങ്ങനെ ജലമൊഴുകിയാലും ഷിക്കാഗോ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. 251 കിലോമീറ്റർ നീളമുള്ള നദിയാണത്. അതേസമയം ഈ ലോക്ക് സിസ്റ്റം ഇവിടെയില്ലെങ്കിൽ നദിയിൽ വെള്ളപ്പൊക്കം സുനിശ്ചിതമാണ്. ജലനിരപ്പ് മാപിനിയിൽ 2 അടി അടയാളപ്പെടുത്തിയ ഇടം വരെ ലോക്കിൽ വെള്ളമുണ്ടായിരുന്നു. ഇനി അതൊഴുകി -3 അതായത് ഷിക്കാഗോ നദിയിലെ ജലനിരപ്പ് മിഷിഗൺ തടാകത്തിലേതിനേക്കാൾ 5 അടി താഴെയാണ്. ലോക്ക് കൂടുതൽ തുറക്കുകയാണ്. ജലനിരപ്പ് -1 എത്തിക്കഴിഞ്ഞു.
അല്പനേരം കൂടി കഴിഞ്ഞതോടെ നദിയിലെയും ലോക്കിലെയും ജലം ഏതാണ്ട് ഒരേ നിരപ്പിലേക്ക് എത്തി. ഇത്തരത്തിൽ തന്നെയാണ് പനാമ കനാലിലൂടെ കപ്പലുകളെ കടത്തിവിടുന്നത്. അവിടെ പക്ഷേ കൂടുതൽ ശക്തമായ ലോക്ക് ഗേറ്റുകളും അതിവിപുലമായ ലോക്ക് ചേംബറുമാണുള്ളത്. ലോകത്ത് മറ്റു പലയിടങ്ങളിലും 2 നിരപ്പുകളിലുള്ള ജലാശയങ്ങളെ ബന്ധിപ്പിച്ചുള്ള ഗതാഗതത്തിന് ലോക്ക് സിസ്റ്റം ഉപയോഗിച്ചു വരുന്നുണ്ട്. ലോക്കിലെ ജലനിരപ്പ് -2 താഴെ എത്തിക്കഴിഞ്ഞു. ലോക്ക് ഗേറ്റ് പൂർണ്ണമായും തുറന്നിരിക്കുന്നു. ഇനി ബോട്ടിന് ഷിക്കാഗോ നദിയിലേക്ക് പ്രവേശിക്കാം. മുന്നിൽ മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മന്ദിരങ്ങളുടെ ഷിക്കാഗോ നഗരം. ലോക്ക് ചേംബറിനോട് ചേർന്നുള്ള നദീഭാഗത്തിന്റെ ഇരുകരകളും ശക്തമായ കോൺക്രീറ്റ് ഭിത്തി കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നു. ലോക്ക് തുറക്കുന്ന നേരത്തെല്ലാം ശക്തമായ ഓളത്തള്ളലുണ്ടാവുന്ന ഭാഗമാണിത്. നദിക്ക് ഇവിടെ നല്ല വീതിയുണ്ട്. അതിൽ ധാരാളം ജലവാഹനങ്ങളുമുണ്ട്. ഈ ബോട്ടുകളിൽ പലതും മിഷിഗൺ തടാകത്തിലേക്ക് പോകാറില്ല. ഷിക്കാഗോ നദിയിലൂടെയും അനുബന്ധ കനാലുകളിലൂടെയുമെല്ലാമാവും അവയുടെ യാത്ര. അപൂർവം ബോട്ടുകളെ നദിയിലും തടാകത്തിലും ഒരുമിച്ച് സഞ്ചാരികളുമായി യാത്ര ചെയ്യാറുള്ളൂ. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 4 രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14-ാം വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ചുവന്ന ബോട്ടുകൾ ഒരു ഭാഗത്ത്. ഈ ജലയാത്രയിലാണ് മനോഹരമായ ഷിക്കാഗോ നഗരത്തിന്റെ വിശദമായ ദൃശ്യം ലഭിക്കുക. ഈ കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ ഗ്രേറ്റ് ഷിക്കാഗോ ഫയർ എന്ന ഭീകരമായ തീപിടുത്തത്തിന്റെ ചരിത്രമാണ് ഞാൻ ഓർക്കുന്നത്. 1871 ഒക്ടോബർ 10-നുണ്ടായ ആ അഗ്നിബാധയിൽ ഷിക്കാഗോയുടെ 9 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശമാണ് നാമാവശേഷമായത്. 300 ആളുകൾ മരിച്ചു. 1,00,000 പേർ ഭവനരഹിതരായി. ഒരു ഡബിൾ ഡക്കർ പാലത്തിന് ചുവട്ടിലേക്കാണ് എത്തുന്നത്. ലേക്ക് ഷോർ ഡ്രൈവിന്റെ ഭാഗമായ പാലമാണ്. അകലെ നിന്ന് കണ്ടപ്പോൾ ചെറിയൊരു പാലമായി തോന്നിയിരുന്നെങ്കിലും അതിന്റെ 2 നിലകളിലൂടെയും വാഹനങ്ങൾ പോകുന്നുണ്ട്. വലിയ കപ്പലുകൾക്ക് കടന്നുപോകാനായി ഇരുവശത്തേക്കും തുറക്കുന്നതാണ് ലേക്ക് ഷോർ ഡ്രൈവ് ബ്രിഡ്ജ് പോലെ ഇവിടെയുള്ള എല്ലാ പാലങ്ങളും. ചരക്കുനീക്കത്തിന് ആധുനിക സങ്കേതങ്ങൾ വന്നതോടെ ഇപ്പോൾ ഷിക്കാഗോ നദി വഴി വലിയ കപ്പലുകൾ നീങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ഉരുക്കുപാലങ്ങൾ ദിവസത്തിൽ പലതവണ തുറക്കേണ്ടി വരുന്നതുമില്ല. നേരെ മുന്നിൽ നദിയുടെ മധ്യത്തിലെന്നോണം കാണുന്ന കെട്ടിടം ട്രംപ് ടവറാണ്. ട്രംപ് ഹോട്ടലും കൺവെൻഷൻ സെന്ററും അപ്പാർട്ട്മെന്റുകളുമെല്ലാം ചേർന്ന ഒരു അമ്പരചുംബി. ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം. ഇത്തരത്തിലുള്ള നിരവധി കെട്ടിടങ്ങൾ ന്യൂയോർക്കിലും ലോസ് ആഞ്ചലസിലും മയാമിയിലുമെല്ലാം ട്രംപിനുണ്ട്. ഡൊണാൾഡ് ട്രംപ് ചെയർമാനായുള്ള ദ ട്രംപ് ഓർഗനൈസേഷൻ അമേരിക്കയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. ബോട്ട് ഒരു സിംഗിൾ ഡെക്ക് ബ്രിഡ്ജിന് സമീപത്തേക്ക് എത്തി. ഇത്തരത്തിലുള്ള പാലങ്ങളുമുണ്ടിവിടെ. കൊളംബസ് ഡ്രൈവ് എന്ന പാതയുടെ ഭാഗമാണ് ഇരുവശത്തേക്കും തുറക്കാവുന്ന ഈ പാലം. ഒറ്റ നിലയേ ഉള്ളൂവെങ്കിലും 6 വരി പാത കടന്നു പോകുന്നതിനുള്ള വീതി ഇതിനുണ്ട്. മുന്നിൽ വേറെയും പാലം കാണാം. അതിനപ്പുറം ട്രംപ് ടവർ. കെട്ടിടത്തിൽ ട്രംപ് എന്ന ബോർഡുണ്ട്. അമേരിക്കക്കാർക്ക് സുപരിചിതമായ ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് ഇപ്പോൾ ട്രംപ്. ഡൊണാൾഡ് ട്രംപിന്റെ പിതാവ് 1923 സ്ഥാപിച്ചതാണ് ദ ട്രംപ് ഓർഗനൈസേഷൻ. 9 പതിറ്റാണ്ടുകൾ കൊണ്ട് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായി അത് മാറിക്കഴിഞ്ഞു. ന്യൂയോർക്കിലെ 5th അവന്യൂവിലുള്ള ട്രംപ് ടവറാണ് കമ്പനിയുടെ ആസ്ഥാനം. റിവർ വാക്ക് എന്ന ഭാഗമാണ് ഇടതുവശത്ത്. മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കിയ നദീതീരം.
അടുത്തതായി എത്തുന്നത് മിഷിഗൺ അവന്യൂ കടന്നു പോകുന്ന ഡൂസാബിൾ പാലത്തിനു ചുവട്ടിലേക്കാണ്. മറ്റൊരു ഡബിൾ ഡക്കർ ബ്രിഡ്ജ്. ഡൂസാബിൾ പാലവും പണ്ട് കപ്പലുകൾക്ക് കടന്നു പോകാനായി ഇരുഭാഗത്തേക്കും തുറന്നിരുന്നു. 1920 ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പാലം നദിയിലെ ചെറിയൊരു വളവിലേക്ക് എത്തിയിരിക്കുന്നു. നദീതീരത്ത് പാതകൾ കടന്നു പോകുന്നതിന്റെ അടിഭാഗം മുഴുവൻ പൊള്ളയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നഗരത്തിന്റെ പാർക്കിംഗ് ഏരിയകളാണ് അവിടെ. രാവിലെ ഞാൻ കടന്നുപോയ പാതയാണ് അതിനു മുകളിൽ. അതിവിശാലമായ പാർക്കിംഗ് ഏരിയകൾ തന്നെയാണ് പാതകൾക്കടിയിൽ. പാതകളും നദിയും അതിന്റെ തീരവും അമ്പരച്ചുംബികളും പാലങ്ങളുമെല്ലാം നഗരസൗന്ദര്യത്തിന്റെ മാറ്റു കൂട്ടുകയാണ്. ട്രംപ് ടവറിന്റെ ചുവട്ടിലെത്തിയിരിക്കുന്നു. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടം. 98 നിലകളുണ്ട് ഇതിന്. 423 മീറ്ററാണ് ആകെ ഉയരം. ആദ്യത്തെ 27 നിലകളിൽ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലാണ് പ്രവർത്തിക്കുന്നത്. നദീതീരത്ത് വേറെയും ഹോട്ടലുകളുണ്ടിവിടെ. തീരങ്ങൾ സുന്ദരമായി നിലനിർത്താൻ അവരും ശ്രദ്ധിക്കുന്നു. സ്റ്റേറ്റ് സ്ട്രീറ്റ് എന്ന തെരുവ് കടന്നു പോകുന്ന ഒറ്റനില പാലമാണ് ഇത്. മുകളിലേക്ക് തുറക്കാവുന്ന ഉരുക്കുപാലം. അതുകൊണ്ടാണ് പാലത്തിന് തൂണുകളൊന്നുമില്ലാത്തത്. സ്റ്റേറ്റ് സ്ട്രീറ്റ് പാലം കടക്കുമ്പോൾ ഇടതുഭാഗത്ത് മനോഹരമായ പ്രൊമനീഡുകൾ കാണാം. നദിയിലേക്ക് കെട്ടിയിറക്കിയ പടവുകൾ. അവയോട് ചേർന്ന് ഉല്ലാസ ബോട്ടുകൾ വിശ്രമിക്കുന്നു. കഫേകളും ബിയർ പാർലറുകളുമെല്ലാമുണ്ട് ആ തീരത്ത്. തീരങ്ങളിൽ ആളുകൾ വിശ്രമിക്കുന്നു. കാറ്റുകൊണ്ടും നദിക്കാഴ്ച കണ്ടുമിരിക്കുന്നു. ആളുകൾക്ക് ദീർഘദൂരം നടക്കാവുന്ന വിധമാണ് തീരത്ത് കോൺക്രീറ്റ് നടപ്പാതകൾ പണിതുവച്ചിരിക്കുന്നത്. ചെറിയ ഉദ്യാനങ്ങൾ, റെസ്റ്റോറന്റുകൾ. നദിയിലാവട്ടെ സ്പീഡ് ബോട്ടിൽ കടന്നു പോകുന്നവരെയും കയാക്കിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയുമെല്ലാം കാണുന്നു. ഒരു നദി എങ്ങനെ ആഘോഷത്തിന്റെയും ആസ്വാദനത്തിന്റെയും കേന്ദ്രമാവുന്നു എന്നത് ഇവിടെ കണ്ടറിയാം. അനേകം കോൺക്രീറ്റ് നിർമ്മിതികളും അമ്പരച്ചുംബികളും കൊണ്ട് വിരസമായി പോകുമായിരുന്ന ഒരു നഗരത്തെ ജീവസുറ്റതാക്കുകയാണ് ഷിക്കാഗോ നദിയുടെ ദൗത്യമെന്ന് തോന്നും. വലതുവശത്ത് കാണുന്ന തവിട്ടു നിറമുള്ള കെട്ടിടം റെയ്ഡ് മർഡോക്ക് ബിൽഡിംഗ് എന്നറിയപ്പെടുന്നു. 1914 പണിത കെട്ടിടമാണ്. അത് കടക്കുമ്പോഴും കൽപ്പടവുകൾ കെട്ടിയൊരുക്കിയ നദീപുളിനമാണ് കാണുന്നത്. പടവുകൾക്കിടയിൽ മരങ്ങളുമുണ്ട്. കോൺക്രീറ്റിനിടയിൽ നിന്ന് എങ്ങനെയാണ് മരം വളരുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകും. ഷോർലൈൻ കമ്പനിയുടെ സൈറ്റ് സീയിങ് ബോട്ടുകൾ ഷിക്കാഗോ റിവറിലെ സ്ഥിരം സാന്നിധ്യമാണ്. ഇവിടെയൊക്കെ നദീതീരത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഷിക്കാഗോ വാട്ടർ ടാക്സി ബോട്ട്. മുകളിൽ വെൽസ് സ്ട്രീറ്റ് പാലമാണ് കാണുന്നത്. ഡബിൾ ഡെക്കർ പാലമാണ്. വെൽസ് സ്ട്രീറ്റ് കടക്കുന്നതോടെ ദ മാർട്ട് എന്നറിയപ്പെടുന്ന ഒരു കൂറ്റൻ മന്ദിരം കൺമുന്നിലെത്തുന്നു. മെർക്കൻഡൈസ്ഡ് മാർട്ട് എന്നാണ് മുഴുവൻ പേര്. 1930 ആർട്ട് ഡെക്കോ ശൈലിയിലുള്ള ഈ മന്ദിരത്തിന്റെ പണി പൂർത്തിയായത്. അന്ന് ഫ്ലോർ ഏരിയയുടെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു ഇത്. 40 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ദ മാർട്ടിന്റെ ഫ്ലോർ സ്പേസ്. ഫ്രാങ്ക്ലിൻ സ്ട്രീറ്റ് ബ്രിഡ്ജാണ് ഇത്. അത് ഇരുവശത്തേക്കും തുറക്കുന്ന ഭാഗം ഈ കാഴ്ചയിലുണ്ട്. ഫ്രാങ്ക്ലിൻ സ്ട്രീറ്റ് ബ്രിഡ്ജ് കടക്കുന്നതോടെ ബോട്ട് നദി രണ്ടായി പിരിയുന്ന ഒരു ജംഗ്ഷനിലേക്കെത്തുന്നു. ഇടത്തേക്കുള്ളത് സൗത്ത് ഷിക്കാഗോ റിവറും വലത്തേക്കുള്ളത് നോർത്ത് ഷിക്കാഗോ റിവറുമായി മാറുന്നു. ഇവിടെ ഒരു പാലമുണ്ട്, ലേക്ക് സ്ട്രീറ്റ് ബ്രിഡ്ജ്. അതിന്റെ പകുതി ഭാഗം ഉയർത്തിവെച്ച് എന്തോ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡബിൾ ഡെക്കർ പാലമാണ്. ഇത്തരം പാലങ്ങൾ എങ്ങനെയാണ് ഇരുഭാഗത്തേക്കും തുറന്ന് കപ്പലുകൾക്ക് പോകാൻ വഴിയൊരുക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരമാണിത്. ഷിക്കാഗോ നദിയിലെ എല്ലാ പാലങ്ങളും ഇങ്ങനെ ഇരുവശത്തേക്കും ഉയരുമായിരുന്നെന്നോർക്കണം. 100 വർഷം മുൻപത്തെ സാങ്കേതിക വിദ്യയാണിത്. 2 ഭാഗങ്ങളും ഒരേ സമയമാണ് ഉയരുക. ഇതിപ്പോൾ റിപ്പയറിംഗ് ആയതിനാൽ ഒരു വശം മാത്രമേ ഉയർത്തിയിട്ടുള്ളൂ. ജംഗ്ഷനിൽ ബോട്ട് ഒന്ന് വട്ടം കറങ്ങി മടക്കയാത്ര ആരംഭിക്കുകയാണ്.
നദിയുടെ തെക്കോട്ടും വടക്കോട്ടുമുള്ള പിളർപ്പുകളിലൂടെ ബോട്ട് പോകുന്നില്ല. അവിടങ്ങളിലേക്ക് പോകുന്ന ആർക്കിടെക്ചർ ടൂറല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വീണ്ടും ദ മാർട്ട് എന്നറിയപ്പെടുന്ന മന്ദിരത്തിന് മുന്നിലെത്തിയിരിക്കുന്നു. 1930കളിൽ തന്നെ ഷിക്കാഗോ നഗരത്തിൽ ഇത്രയും വിപുലമായ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നുവെന്നോർക്കണം. കാഴ്ചക്കാരന് അസ്വസ്ഥതയുണ്ടാക്കുന്ന പുറം മോടികളോ ബോർഡുകളോ ഒന്നും ഇവിടെ കെട്ടിടങ്ങളിൽ മാത്രമല്ല പാലങ്ങളിൽ പോലും കാണുന്നില്ല. അനാവശ്യമായി ഒന്നുമില്ലാത്തത് തന്നെയാണ് ഇത്തരം നഗരങ്ങളുടെ വൃത്തിക്കും സൗന്ദര്യത്തിനും ആധാരമെന്ന് ഷിക്കാഗോ നദിയിലൂടെയുള്ള ഈ ബോട്ട് യാത്രയിൽ നിന്ന് തന്നെ മനസ്സിലാവും. ശുചിത്വത്തിന്റെ, സൗന്ദര്യത്തിന്റെ, അച്ചടക്കത്തിന്റെ നഗരം. അതിന്റെ കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്.